പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിലാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി അതൃപ്തി അറിയിച്ചത്. പാർലമെന്റിൽ ചർച്ചകളിലൂടെയുള്ള നിയമനിർമ്മാണം കുറഞ്ഞുവരികയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നിയമനിർമ്മാണത്തിന് വിശദമായ ചർച്ചകൾ അനിവാര്യം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ പാർലമെന്റിനെ മറികടന്ന് ഓർഡിനൻസുകൾ ഇറക്കാവൂ എന്നും കേന്ദ്ര സർക്കാരിനെ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. ചരക്ക് സേവന നികുതി നടപ്പാക്കാനായത് നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. When the parliament fails to discharge its lawmaking role or enacts laws without discussion, I feel it breaches the trust reposed in it by the people of this great country. രാഷ്ട്രപതി ഭവന്റെ വാതായനങ്ങൾ സാധാരണക്കാർക്ക് തുറന്നുകൊടുത്ത രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജിയെന്ന് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഓർമ്മിച്ചു. ഭരണഘടനയിലൂന്നിയുള്ള പ്രണബ് മുഖർജിയുടെ ഇടപെടലുകൾ നിയമനിർമ്മാണ സഭയ്ക്ക് വഴികാട്ടിയായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അനുകരണീയമാണെന്നും സുമിത്ര മഹാജൻ പറഞ്ഞു. സമാനതകളില്ലാത്ത നേതാവാണ് പ്രണബ് ദാ എന്നും വിവിധ സർക്കാരുകളുടെ ഭാഗമായി പ്രവർത്തിച്ചതിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിൽ അദ്ദേഹം പങ്കാളിയായെന്നും ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി അഭിപ്രായപ്പെട്ടു. പ്രണബ് മുഖർജിക്ക് പാർലമെന്റ് അംഗങ്ങളുടെ പേരിലുള്ള ഉപഹാരം കൈമാറി. 2012 രാജ്യത്തെ 13ാമത്തെ രാഷ്ട്രപതിയായി പ്രണബ് മുഖർജി സ്ഥാനമേറ്റത്. 81 വയസ്സ് പൂർത്തിയാക്കിയ പ്രണബ് മുഖർജി രാഷ്ട്രപതി പദത്തിൽ നിന്നും വിരമിക്കുമ്പോൾ 48 വർഷം നീണ്ട സജീവ രാഷ്ട്രീയത്തിന് കൂടിയാണ് വിരാമമിടുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.